ഇല്ലുമിനാറ്റി, ഏലിയൻസ്, എപ്പിസ്റ്റീൻ ഫയൽസ്, സീക്രട്ട് സൊസൈറ്റീസ്, റിഗ്ഡ് ഇലക്ഷൻസ്, ഫ്ലാറ്റ് എർത്ത്, മൂൺലൈറ്റ്. ഈ വാക്കുകൾ പറയുമ്പോൾ ആളുകളുടെ റിയാക്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്ക ആളുകളും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല. അവർ പ്രതികരിക്കുക മാത്രമേ ഉള്ളൂ. അവർ പരിഹസിക്കും, പുച്ഛിക്കും, അല്ലെങ്കിൽ മാനസികമായി അകലം പാലിക്കും. അവർ വസ്തുതകൾ പരിശോധിച്ചതുകൊണ്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൽ സത്യമില്ല എന്ന് തെളിയിച്ചതുകൊണ്ടുമല്ല. പകരം ഇത്തരം വിഷയങ്ങളെ ഒരു ഡേർട്ടി കാറ്റഗറിയായി കാണാൻ അവർ പരുവപ്പെട്ടതുകൊണ്ട്. അസംബന്ധങ്ങളും പകുതി സത്യങ്ങളും ഫേക്ക് ന്യൂസുകളും ഒപ്പം ഗൗരവപരമായ സംശയങ്ങളും ഇതെല്ലാം ഒരേ കുടക്കീഴിൽ മൂടപ്പെടുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അധികാരത്തിലിരിക്കുന്നവർക്ക് വലിയൊരു ഗുണമുണ്ട്. യഥാർത്ഥ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ പോലും അതൊരു വിഡ്ഢിത്തമായി തോന്നി തുടങ്ങും. ഇവിടെ വിഷയം എല്ലാ കോൺസ്പിറസി തിയറികളും സത്യമാണോ എന്നതല്ല, മറിച്ച് എന്തുകൊണ്ടാണ് സംശയം എന്നത് മാന്യരായ ആളുകൾ കണ്ടാലുടൻ പരിഹസിക്കേണ്ട ഒന്നായി മാറുന്നത് എന്നതാണ്. അധികാരം ചെയ്ത ഏറ്റവും ബുദ്ധിപരമായ കാര്യം സത്യം മറച്ചു വെക്കുക എന്നതല്ല. സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് സ്വയം നാണക്കേട് തോന്നുന്ന രീതിയിൽ പൊതുജനത്തെ പരിശീലിപ്പിച്ചു എന്നതാണ്. കൺസ്പിറസി തിയറി എന്നത് വെറും ഒരു സാങ്കല്പിക വാക്കൊന്നുമല്ല. ഇതിന്റെ അർത്ഥം വളരെ ലളിതമാണ്. അധികാരം ദുരുപയോഗം ചെയ്യാനോ നിയമം ലംഘിക്കാനോ വേണ്ടി രണ്ടുപേരോ അതിലധികമോ ആളുകൾ രഹസ്യമായി ഒന്നിക്കുന്നു, അത്രമാത്രം. ഇതൊരു ഭ്രാന്തമായ ചിന്തയല്ല. ഇതാണ് രാഷ്ട്രീയം, ഇതാണ് ചരിത്രം. ആരും കാണുന്നില്ലെന്ന് ഉറപ്പുള്ളപ്പോൾ പവർ പെരുമാറുന്ന രീതി ഇതാണ്. ഒരു കൺസ്പിറസി തിയറി എന്നാൽ എന്താണ്? ഇങ്ങനെ ഒരു രഹസ്യ ഇടപാട് നടന്നിട്ടുണ്ടാകാം എന്ന ഒരു സംശയം. അത് പൂർണ്ണമായി തെളിയിക്കപ്പെടുന്നതിന് മുൻപ് ഉന്നയിക്കുന്നു എന്ന് മാത്രം. ഇന്ന് കൺസ്പിറസി തിയറി എന്ന പ്രയോഗം ഒരു നിഷ്പക്ഷമായ വാക്കല്ല. അത് മലിനമാക്കപ്പെട്ട ഒന്നാണ്. ഭ്രാന്ത്, അമിതഭയം, മാനസിക അസ്വാസ്ഥ്യം, വിവരക്കേട്, വിചിത്രമായ സ്വഭാവമുള്ളവർ മാത്രം വിശ്വസിക്കുന്ന ഒന്ന് എന്ന നിലയിലേക്ക് ആ വാക്ക് തരം താഴ്ത്തപ്പെട്ടു. ഇതൊന്നും തനിയെ സംഭവിച്ചതല്ല. ഈ ഒരു ഇമേജ് ബോധപൂർവം നിർമ്മിച്ചെടുത്തതാണ്. ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകത്തിന് ശേഷമാണ് ഇതിലൊരു വലിയ മാറ്റം വരുന്നത്. കൊലയാളി ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെന്ന ഔദ്യോഗിക വിശദീകരണത്തിൽ പലരും തൃപ്തരായിരുന്നില്ല. ആ സമയത്ത് അതിനെ ചോദ്യം ചെയ്യുന്നവരെ പ്രതിരോധിക്കാൻ മാധ്യമങ്ങളിലൂടെ കൺസ്പിറസി തിയറിസ്റ്റ് എന്ന പ്രയോഗം ശക്തമായി ഉപയോഗിക്കപ്പെട്ടു. ഇന്ന് ആ വാക്കൊരു വിവരണമല്ല, മറിച്ച് ഒരു ആയുധമാണ്. ഒരു സംശയം ഉന്നയിക്കുന്നത് ഒരു സാമൂഹിക തെറ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തർക്കം മാറുകയാണ്. അവിടെ ചോദ്യം ഇത് സത്യമാണോ എന്നതല്ല, പകരം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നതാണ്. ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടല്ല അധികാരം പലപ്പോഴും രക്ഷപ്പെടുന്നത്, മറിച്ച് ചോദ്യം ചോദിക്കുന്നതിന് എന്തോ കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ടാണ്. ഒരിക്കൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂരിഭാഗം ആളുകളും സ്വയം സെൻസർഷിപ്പ് ഏർപ്പെടുത്തും. അവരുടെ സംശയങ്ങൾ തീർന്നതുകൊണ്ടല്ല അവർ മിണ്ടാതിരിക്കുന്നത്, മറിച്ച് തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നവൻ എന്ന മുദ്ര കുത്തപ്പെടുമോ എന്ന പേടികൊണ്ട്. ഈ ലോകത്തെ എല്ലാ വിചിത്രമായ സിദ്ധാന്തങ്ങളും നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. പക്ഷേ ജെഫ്രി എപ്സ്റ്റീന്റെ കേസ് കാണുമ്പോൾ നമ്മൾക്കൊരു കാര്യം മനസ്സിലാവും. അതിസമ്പന്നരും സ്വാധീനമുള്ളവരും അധികാരത്തിന്റെ സംരക്ഷണമുള്ളവരും ഉൾപ്പെടുമ്പോൾ സത്യമൊരിക്കലും നേരിട്ട് പുറത്തു വരില്ല. അത് സീൽ ചെയ്ത കവറുകളിലും പകുതി മാത്രം തുറന്നു പറഞ്ഞ രേഖകളിലും ഒരിക്കലും കൂട്ടിമുട്ടിക്കാനാവാത്ത ചില കണ്ണികളിലുമായി ആ സത്യം എവിടെയോ മറഞ്ഞിരിക്കും. ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രം നടക്കുന്ന കാര്യമല്ല. നാട്ടിലും നമ്മൾക്കിത് പരിചിതമാണ്. ഇലക്ട്രൽ ബോണ്ടുകൾ അവതരിക്കപ്പെട്ടത് നിയമപരവും ആധുനികവും സുതാര്യവുമായ രാഷ്ട്രീയ ഫണ്ടിംഗ് എന്ന നിലയിലായിരുന്നു. എന്നാൽ ആ രഹസ്യ സ്വഭാവം തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു. ഇതൊന്നും വെറും ഭ്രാന്തമായ ചിന്തകളല്ല. ഇതൊക്കെ നമ്മളുടെ വ്യവസ്ഥിതിയുടെ യാഥാർത്ഥ്യങ്ങളാണ്. ആളുകൾ ഈ പാറ്റേൺ ആവർത്തിച്ച് കാണുമ്പോൾ അവരുടെ സംശയം വെറും ഒരു തോന്നലല്ലാതായി മാറും. അതൊരു സ്വാഭാവികമായ തിരിച്ചറിവായി മാറും. കാരണം ഇതിലൊന്നും ഇപ്പോൾ ഒരു ഫാന്റസിയുമില്ല. ആവശ്യത്തിന് സംരക്ഷണമുണ്ടെങ്കിൽ അധികാരം ഒരിക്കലും സത്യത്തെ അതിന്റെ സ്വാഭാവികമായ രൂപത്തിൽ പുറത്തു വിടില്ല എന്ന വലിയ പാഠമാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇതിനൊരു വലിയ ചരിത്രമുണ്ട്. നമ്പി നാരായണൻ
കേരളത്തിന്റെ അഭിമാനമായ ഒരു ശാസ്ത്രജ്ഞൻ പരസ്യമായി തകർക്കപ്പെട്ടു. അപമാനത്തിന്റെ കയങ്ങളിലേക്ക് വലിച്ചഴിക്കപ്പെട്ടു. ദേശീയ സുരക്ഷയുടെ മൂടിയിട്ട് ആരോപണങ്ങൾ അവതരിച്ചപ്പോൾ ആളുകൾ വിശ്വസിച്ചു, അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കഥകൾ തകർന്നു വീണു. ആ കേസിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് തെളിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ആ മനുഷ്യന്റെ ജീവിതം തകർന്നു കഴിഞ്ഞിരുന്നു. ഇതൊരു ഇന്റർനെറ്റ് ഫാന്റസി അല്ല, ഇതൊരു കേരള മെമ്മറിയാണ്. പിന്നീട് സോളാർ തട്ടിപ്പിന്റെ കാലം വന്നു, സ്വർണ്ണക്കടത്ത് കേസ് വന്നു. ഇവയൊക്കെ വ്യത്യസ്തമായ കേസുകളാണ്, വ്യത്യസ്തമായ സത്യങ്ങളാണ്. എല്ലാ സംശയങ്ങളും ശരിയാകണമെന്നില്ല. പക്ഷേ അതിൻ്റെ ആ പാറ്റേൺ നമുക്ക് സുപരിചിതമാണ്. സ്വാധീനം, ഉന്നതങ്ങളിലേക്കുള്ള പ്രവേശനം, ഏജൻസികൾ, തിരക്കഥകൾ, പൊതുജനത്തിന് വ്യക്തമായി കാണാൻ കഴിയാത്ത രീതിയിൽ പിന്നാമ്പുറങ്ങളിൽ ചലിക്കുന്ന അധികാരം. ഇതുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ ഈ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നത്. ആളുകൾക്ക് ഭ്രാന്തായതുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്, മറിച്ച് ആ സംശയങ്ങളെ ന്യായീകരിക്കുന്ന രീതിയിൽ അധികാരം പലതവണ പെരുമാറിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കൺസ്പിറസി തിയറി എന്ന പ്രയോഗം ഇത്രയധികം ഉപയോഗിക്കപ്പെടുന്നത്. എല്ലാം ഒരേ കുഴിയിലിട്ട് മൂടാൻ അത് സഹായിക്കുന്നു. അസംബന്ധങ്ങളും കള്ളത്തരങ്ങളും പകുതി സത്യങ്ങളും ഒപ്പം ഗൗരവകരമായ കുറ്റകൃത്യങ്ങളും യഥാർത്ഥ വസ്തുതകളുമെല്ലാം ഒരേ മലിനമായ കുമ്പാരത്തിലേക്ക് എറിയപ്പെടുന്നു. ഒരിക്കൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പൊതുജനം പിന്നീട് എന്താണ് ഇതിലെ തെളിവ് എന്ന് ചോദിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരിൽ ഒരാളായി ഞാൻ അറിയപ്പെടണോ എന്ന് ചിന്തിച്ചു തുടങ്ങും. ഇങ്ങനെയാണ് ഒരു ജനതയെ മുഴുവൻ മാനസികമായി കൺട്രോൾ ചെയ്യുന്നത്. ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു നാണക്കേടാണെന്ന് അവരെ തോന്നിപ്പിച്ചുകൊണ്ട്. അതുകൊണ്ട് എല്ലാ കൺസ്പിറസി തിയറികളും വിശ്വസിക്കണമെന്നല്ല ഇതിന്റെ അർത്ഥം. അത് മണ്ടത്തരമാണ്. അധികാരികൾക്ക് നേരെ സംശയമുന നീളുമ്പോഴെല്ലാം ചിരിച്ചു തള്ളുന്നത് ബുദ്ധിയല്ല, അതൊരു തരം കീഴ്പ്പെടലാണ്. ബുദ്ധിജീവി വേഷം കെട്ടിയ ഒരു തരം അടിമത്തം. ഇതൊക്കെ ഗവൺമെന്റുകളെയും ഏജൻസികളെയും കുറിച്ചുള്ള കാര്യമാണെന്ന് കരുതി വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കൂ. തെളിവില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ പല കാര്യങ്ങളെയും തള്ളിക്കളയുന്നത്? അതോ മറ്റുള്ളവർ നിങ്ങളെ ഒരു വിഡ്ഢിയായി കാണുമോ എന്ന പേടി കൊണ്ടാണോ? സംശയങ്ങൾ ചോദിക്കുമ്പോൾ വക്കീലിനെ പോലെ തെളിവ് തിരിയുന്ന നിങ്ങൾ പല ഒഫീഷ്യൽ കഥകളും ഒരു തെളിവുമില്ലാതെ എത്ര തവണ വിഴുങ്ങിയിട്ടുണ്ട്. അവിടെയാണ് ഈ സിസ്റ്റം ശരിക്കും ജയിക്കുന്നത്.